വീഡിയോ കോളായാലും ഇല്ലെങ്കിലും പാടില്ല, ഇത് ഫോണ് പിടിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് കേട്ടോ മരവിച്ചിട്ട് അത് സ്നോഫോൾ നമുക്ക് അവസ്ഥയും ആദ്യമായിട്ട് കിട്ടി. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് അല്ലേ ഇത്ര കണ്ടില്ല ഹർച്ചിലാലിയ വന്നിട്ട് സ്നോഫോൾ നമുക്ക് കിട്ടാൻ പോവാണ്. ഇപ്പോൾ പതുക്കെ ഇങ്ങനെ പെയ്ത് തുടങ്ങിയത് കേട്ടോ. നോക്കി എടാ മോനെ മോനെ കിട്ടി 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 കിട്ടി. സ്നോഫോള് വേറെ ലെവല്. എന്ത് ഭംഗിയൊരു ഇവിടുന്ന് കാണാന്. കാറ്റടിക്കുമ്പോ അങ്ങനത്തേക്ക് സ്നോഫോൾ ഇങ്ങനെ ഒന്നുമില്ല. നമ്മള് ഫോട്ടോപ്പിന്റെ മുകളിലെത്തിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെ കിട്ടിയ നമ്മളിവിടെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ സ്നോഫോള് കുറച്ചിങ്ങനെ കമ്മിയായി. ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെ പെയ്യാണ് സ്നോഫോള്. ചെറുതായിട്ട് മഴയുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി കാറ്റ് വീശുമ്പോൾ എല്ലാ സ്നോഫോൾ അടുത്ത് വരലുണ്ട്. ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നതിന്റെ കിട്ടിയത് ഈ സ്ഥലം. അത് എത്ര വീഡിയോയിൽ കണ്ടാലും നേരിട്ട് വരുന്നതിന് ഒരിക്കലും ഒക്കില്ല. എത്ര വീഡിയോയിൽ കണ്ടാലും നിങ്ങൾക്ക് കാണണ്ടോ അറിയില്ല. കിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അടിപൊളി. തണുത്തിട്ട് കയ്യൊക്കെ മരവിച്ച് ചോത്ത് സംസാരിക്കണേ നിൽക്കും. ചുണ്ടത്തൊക്കെ തണുത്തിട്ടേ. അടിപൊളി കേട്ടോ, അടിപൊളി അടിപൊളി. നല്ല വരുന്നേ ഉണ്ടോ. എന്നാലും ഒരു കിട്ടില്ലെന്നായിരുന്നു. ഇതൊന്നും പറയല്ല. അതെ വരാം വയ്ക്കുന്നവര് കാണാ. നമ്മള് അതായത് വേറൊരു ലോകം. നിങ്ങൾ നോക്കിയത് വേറൊരു ലോകം. ടൗണിലൊക്കെ മാറി കുറെ 70-80 കിലോമീറ്റർ നമ്മൾ ഓടി. ആ ജേണിനെ ഭയങ്കര രസമാട്ടോ. 70-80 കിലോമീറ്റർ ഒരു യാത്ര ഉണ്ട് നമ്മള്. അതന്നെ അടിപൊളിയാണ്. ഒരു കണക്കിന് ഞാൻ പറയുമ്പോ നമ്മൾ ആ വാലി കൂടി നടക്കണേനേക്കാളും രസം 78 കിലോമീറ്റർ ഉത്തരകാശിന്. അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അടിപൊളി കേട്ടോ. ഉത്തരാഖണ്ഡ് അല്ലെങ്കിലും വേറെ തന്നെ ഒരു രസമാണ്. അല്ലെങ്കിൽ ഈ ഹിമാലയ സൈഡിലുള്ള സ്റ്റേറ്റുകൾ മൊത്തം കാണാം. ഭയങ്കര അടിപൊളി കേട്ടോ. അടിപൊളി അടിപൊളി. പറണ്ടെന്ന് അറിയില്ല. അതാണ് നോക്കി സ്നോഫോള്. എടാ നമ്മള് വീഡിയോ എടുക്കാൻ സെറ്റാക്കി ഇരിക്കുക. അതെ അതിന്റെ ഇടയിൽ കിട്ടിയപ്പോ അവിടെ നോക്കി കോണം മൂടി. ക്യാമറ നമുക്ക് അപ്പ് നനിയ കൈ ഫ്രീസാവുണ്ട്. അതിന്റെ നേരെ മൂവ് ചെയ്യാൻ പറ്റില്ല. നീരിനില്ല ശരിക്കും. ഒന്നാമത് നമ്മള് ടോപ്പിലായതുകൊണ്ട് അതിന്റെ തണുപ്പും കാറ്റും കാണുന്നില്ല. വേണ്ട നമുക്ക് എത്താത്ത. അവിടുന്ന് തന്നെ പെയ്യുണ്ടോ? അവിടുന്ന് അധികം പെയ്യുന്നത്. അവിടെ എന്താണ് ഫുള്ള് സ്നോ കുടിക്കുന്ന മൗണ്ടൻസ് ആണ്. അവിടുന്നാണ് വരുന്നത്. ബോഡി ചൂടാക്കാൻ വേണ്ടിയിട്ട് പുഷപ്പ് എടുക്കുന്നു.
മഴ തണുപ്പാണ്, സ്നോഫോളാണേ. ഇപ്പുറത്ത് മഞ്ഞ് പെയ്യുന്നു, ഇപ്പുറത്തെ ആള് പുഷ കൊടുത്ത് ബോഡി ചൂടാക്കുന്നു. അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോ ഫുള്ള് കോടല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കാട്ടോ. മൂത്തൊക്കെതാ ഇറങ്ങുമ്പോല് ഒരു 1.5 തണുപ്പിൽ തന്നെ ആവും അല്ലേ. ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് മഞ്ഞ് പെയ്ത് വില്ലേജിലും കൂടി സ്നോഫോള് കിട്ടും. ഇന്ന് ഉച്ചക്ക് ഉണ്ടാവും പറഞ്ഞ സ്നോഫോള് ഉച്ചക്ക് പ്രൊഡിക്റ്റ് ചെയ്താണ് കറക്റ്റ് ആവും ചെയ്തിട്ടോ. രാവിലെ ഉണ്ടാവും ചെയ്തില്ല. നമ്മള് തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക. കേറുമ്പോ സ്നോഫോൾ ഇല്ല, തിരിച്ചറിഞ്ഞുമ്പോ സ്നോഫോള്. ചാറ്റിമഴ മാത്രമേ ഉള്ളൂ. ട്രെക്കിങ് അടിപൊളിയാട്ടോ, നല്ല രസമുള്ള ട്രെക്കിങ് ആട്ടോ. നല്ല പാകത്തെ ഒരു 3-4 കിലോമീറ്റർ നിൽക്കുന്ന തണുപ്പ് ഇങ്ങനെ പാകത്ത് എല്ലാവർക്കും അത്യാവശ്യം ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ട്രെക്കിങ്. ഇരുന്നിറങ്ങി സുഹൃത്തുക്കൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോ ചെറുതായിട്ട് വഴി മാറി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു സ്ഥലത്തേക്കാണ് എത്തിയത്. അവിടെ പുഴ കാണുന്നുണ്ട്, അപ്പുറത്തൊരു പാലമുണ്ട്. ഇതിപ്പോ ഡയറക്റ്റ് അങ്ങാടിക്ക് എത്തേണ്ട റൂട്ടായി. എന്നിട്ട് നമ്മൾ അവിടെ പോയി ചാടണേ. ഇതിൽ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഇന്ന് വൈകുന്നേരം കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ട്. അയ്യോ അല്ല ആർമി ക്യാമ്പാണ് കണ്ടത്. കഴിയില്ല അങ്ങനത്തെ കയ്യേറ്റം. അവിടെ വഴി അതാ വഴി. ഇതൊക്കെ ഓരോ മലന്റെ അവിടുന്ന് ഒഴുകി വരുന്ന കേട്ടോ. ഇതൊക്കെ വന്നിട്ട് ഭഗീരഥി ഗംഗ റിവർക്ക് പോയി ചേരും. അപ്പോ ഈ കാണുന്നതാണ് ഹർഷിൽ വാലി, ഹർഷിൽ ടൗണ്. നല്ല രസം, മഞ്ഞ കളറും നല്ല കട്ടൊക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നല്ല കുട്ടിക്ക് കൊണ്ടിടക്കണ്ടോ? അതെ രസമുണ്ട്. നമ്മള് ഉച്ച കഴിക്കാനുള്ള മാഗി ഭക്ഷണമൊക്കെ വാങ്ങാൻ പോകുന്നതാണ്. 2 മാഗി നമ്മളെ കയ്യിലുണ്ട്. തോന്നുന്നില്ല. നമുക്ക് മാഗി വാങ്ങിയിട്ട് പുഴേന്റെ തീർത്ത് വരുന്ന പുഴയൊക്കെ വെള്ളം എടുത്ത് അല്ലെങ്കിൽ ഹോം സ്റ്റേന്ന് കഴിക്കേണ്ടി വരും. ഇപ്പൊ മഴയല്ലേ, മഴയാണ്. ഹോം സ്റ്റേ തന്നെ കഴിക്കേണ്ടി വരും. അവിടെ പോയിട്ട് കുക്ക് ചെയ്യാം. സോ ഇവിടുന്ന് ഷെയർ ടാക്സും പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ. തിരിച്ച് ഉത്തരകാശി പോവാനുള്ളേ കടകളതാ, റെസ്റ്റോറൻറ്റ് അങ്ങനെ. വെജ് താലിയുടെ 200 രൂപ. നമ്മള് ഉത്തരകാശി ഋഷികേശിന്ന് ഋഷികേശിന്ന് ഒരു ട്രക്കിങ് കയറി. അപ്പൊ അവിടെ 120 രൂപ വെജ് താലി. 8 റൊട്ടി, 4 റൊട്ടി, പിന്നൊരു കപ്പ് ചാല്, ദാലിന്റെ കറി അല്ലേ. നമുക്ക് ഈ കടയിൽ നിന്ന് മൂപ്പരെ ആ കടയിൽ നിന്ന് സാധനം വാങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് ബണ്ണും കോഴിമുട്ട വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ തന്നെ വാങ്ങാം. വേണമെങ്കിൽ വാങ്ങാം. കുറച്ച് പച്ചക്കറിയൊന്നും ആവൂല. മുള്ളങ്കി ഉണ്ട്, നല്ല ഇത് കയറ്റ ചിരങ്ങുണ്ട്, കക്കരി ഉണ്ട്, കേബേജ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. കുഴപ്പമില്ല, ചെറിയ കാണാൻ കുറച്ചൊരു മെനുണ്ട് അത്. സോ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ചേട്ടാ ഇവിടെ നമുക്ക് റോബസ്റ്റ് വാങ്ങണം, പിന്നെ ബണ്ണും മാഗി. അതോട്ടെ ഇന്നത്തെ ലക്ഷറി ഭക്ഷണം. ഉള്ളിക്കല്ലേ. ആ 2 എടുത്തോ. ശരിയല്ല
केला कितना है भाई? केला 80 रुपए दर्जन है। 80 रुपये दर्जन 12 का 80 रुपए है। 12 12 വേണോ? വേണ്ട, നല്ല മൂലേ ആ പൈസ എടുക്കാറേ. ഇത് ചോദിച്ചോക്കെ എത്ര എണ്ണം? ഓ चार का कितना है? 30 रुपए। 30 चार का निकालो 30 निकालो। 30 30 रुपीज അല്ല 60 എടുത്തോ? എടുക്കണം. 60 എടുക്കാം. निकालो, एक एक करके निकालो। 8 എടുത്തോ? सिंगल सिंगल निकालो ആ दोनों का। അങ്ങനെ എടുക്കണേ അടച്ചോ. ठीक और निकालो भाई भाई। ആരാം സേ 5 നല്ല മതിയില്ലേ? നല്ല 6 ഉണ്ടായിക്കോട്ടെ. 4 ले लिया। हाँ। 30 का हो गया। चार नहीं, छः 6 2 5 ഇതും ബണ്ണും പീനട്ട് ബട്ടർ കഴിച്ചിട്ട് ഹെൽത്തി ആയിട്ടില്ലേ, നല്ല പ്രോട്ടീൻ അടിച്ച് കയറ്റാം. അങ്ങനെ നമ്മള് നല്ല മറ്റേ റോബസ്റ്റ് വാഴയ്ക്കും പിന്നെ പീനട്ട് ബട്ടറും ബണ്ണും മാഗി, അതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഡിന്നർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ച് ആശാന്മാരെ കാണാനുണ്ട്. ഉള്ളതൊക്കെ നല്ല സെറ്റപ്പ് കടിച്ചുണ്ട്, ക്യൂട്ടായിട്ടുള്ള നായ്ക്കളാട്ടോ. ആശാന്മാരൊക്കെ മഴ ഉള്ളതാണല്ലോ കുറച്ചാണ്. ഇങ്ങനെ അങ്ങോട്ടൊക്കെ സ്ട്രീറ്റ് കൂടി ഇങ്ങനെ നടക്കട്ടെ, നല്ല രസമാണ്. പഴയ സെറ്റപ്പിലുള്ള കല്ലും പിന്നെ മറ്റേ മരമൊക്കെ വെച്ചുണ്ടാക്കിയ നമ്മളെ വീടുകളുണ്ട് അവിടെ, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ കൂടെ ഇങ്ങനെ പോവാം, അടിപൊളിയാണ്. ചെറിയ ചത്തു മഴ കൊള്ളാറുള്ള സൺഡേ മിക്കവാറും പനി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലക്ഷറി സെറ്റപ്പിലുള്ള റൂംസ് ഉണ്ട്. പുലി ഹർഷിലത്തെ ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ കാണിച്ചതാ. അതാ ഇവിടെ ബക്കറ്റിൻ്റെ ഒക്കെ വെച്ചോണ്ടോ, മേജർ ആപ്പിൾ ഗ്രോയിങ് സോണ് ഒന്നും മാറ്റാം എന്നിട്ട് ഉണ്ടാക്കിയാൽ കിട്ടിയില്ലേ. ബ്രിട്ടീഷ് മിസ്റ്റർ വിൽസൺ പ്ലാന്റഡ് ദ ഫസ്റ്റ് ആപ്പിൾ ട്രീ ഹിയർ ഇൻ ദ 19th century. അതിനുശേഷം ഇതൊരു ആപ്പിളിന് ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയിരുന്നു. മാഗി സൂപ്പാക്കണോ? ഏത് മാഗി സൂപ്പാക്കണോ ചോദിക്കാം. ആണോ? കുറച്ച് കുടിക്കാൻ പറ്റും. എവിടെ സൂപ്പ് ഉണ്ടാവും. അല്ല കുറച്ച് വെള്ളമൊക്കെ വരെ അങ്ങനെ എടുക്കാം. എവിടെ അരിയാളേ അതൊക്കെ വേണോ? മാഗി ഇടാൻ മതിയില്ല. പോവാ. വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? ഹലോ. അപ്പൊ നമ്മളങ്ങനെ സാധനങ്ങൾ വാങ്ങിയൊക്കെ സെറ്റായി. എത്ര രൂപയായി? 15 15 50 രൂപ. എന്ത് പോവാടാ? കുളിപ്പോ തോന്നണേ കണ്ടിട്ട് എന്നിട്ട് അങ്ങനെ എന്നൊക്കെ പറയണ്ടവന്. ഇത് പോവാൻ വലിയ ഐഡിയ നല്ല ഭംഗിയുണ്ട്. ആ വീടെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ഒരു ചില 1-2 റീൽസിൽ ആ വീടുകളുണ്ട്. അടിപൊളി, നല്ല മുമ്പിലല്ല പച്ചപ്പും സെറ്റാണല്ലേ. എരിക്കണോ? അത് തുളിപ്പാണ്. ഇത് കാശ്മീരൊക്കെ ഇപ്പൊ സീസണാണ് ഇതിന്റെ അല്ലേ? ഏപ്രിൽ മെയ് കാശ്മീർ ഇതിന്റെ ഫുള്ള് ഗാർഡന്റെ നല്ല ഭംഗിയാ കാണാൻ. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക് പല കളറും ഉണ്ട്. സോ ഹർഷിൽ ടൗൺ നമുക്ക് പോയിട്ട് ചെയ്യണം. കുറച്ച് റെസ്റ്റ് എടുക്കുന്നു, ഫോണ് ചാർജ് ചെയ്യുന്നു, പഗോരി വില്ലേജിക്ക് നടക്കാൻ ഇറങ്ങുന്നു, പുഴയെ പോകുന്നു. കൈവ ഡോങ്കി പ്ലാസ്റ്റിക് ആണല്ലോ ചെക്കൻ തെക്കണ്. ഇതൊക്കെ ഇട്ടുക്കണോക്കെ എല്ലായിടത്തും ഉണ്ട് കുറച്ചൊക്കെ. ഇല്ലെന്ന് പറയാനില്ല. ഡോങ്കി കുട്ടൻ നല്ല ദിവസത്തെ കാണാന്. കട്ടിട്ട് പ്ലേറ്റ് അവിടെ സ്റ്റേൻ്റെ ഒരു കേട്ടോ. നമ്മള് പിന്നെ അതിന്റെ മുകളിൽ പോയി നമ്മള്. അതിന്റെ മുകളിൽ എത്തി നമ്മള്. അവിടെ അപ്പുറത്തെ സൈഡില് അപ്പുറത്തെ സൈഡിലൊന്നുണ്ട്. പോയിട്ട് നമ്മളെ ഗസ്റ്റിന്റെ ഹോം സ്റ്റേ, ഒരു ഹോം സ്റ്റേ നമ്മൾ നിൽക്കുന്നത് മറ്റോട് മെയിനില്.
എന്തൊക്കെ രാജേഷ് അവിടെ ആണോ? അതെ ഹവായി കാണാൻ ബഗൂരിക്കുള്ള എൻട്രൻസ് കവാടം വരുമ്പെടുത്തില്ല പോകുമ്പെടുക്കാം. അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബഗൂരിയാണ്. ശരിക്ക് വിന്ററില് ഇവിടെയൊക്കെ മഞ്ഞാണ്. അപ്പൊ അതിന്റെ ടൈം ഏകദേശം ഇവിടെ അല്ല വൈകിട്ടൊക്കെ ടിപ്പിന് വലുതായിട്ട് പോയിട്ടുണ്ടാവും. ശരിക്കും അവിടെ നല്ല കിടില മഞ്ഞാലുണ്ട്. ഇത് കൂടെ പോയ പോലെ തിരിച്ചു നോക്ക്. നമ്മൾ ശരിക്കാട്ടി കത്തിക്കണം. അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. ഇപ്പല്ല മറ്റേ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ ഒരു രസമാണ് കൾച്ചർ. ഇവിടെ അല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ. കേരളത്തിലാണെങ്കിലും അവിടുത്തെ ഓടിട്ട ഓടുന്നൊക്കെ അതിന്റെ കാലം കഴിഞ്ഞൊക്കെ മാറ്റി കൊടുന്ന് മോഡേൺ ആയി മിക്സഡാക്കി പിന്നെയാണല്ലോ. അങ്ങനെ നമ്മള് ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് രാകേഷിന്റെ തന്നെ എത്തി. ഇവിടെ നമുക്ക് ചെറിയ കുക്കിംഗ് പരിപാടി ചെയ്യണം. പോയി ഒരു പാത്രം സെറ്റപ്പ് ആക്കണം. ഒറ്റ കുറ്റിയുള്ളൂ. സോ ലെറ്റ്സ് ഗോ. ഇതാണ് മൂപ്പരെ ഹോം സ്റ്റേ. ഇവിടെ അടിയിലാളെ റൂം, അവിടെ ഒരു ബാത്റൂം, ഇവിടെ ഈ കളർ സെറ്റപ്പ് ഉണ്ട്. മേലെയാണ് ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലിങ്ങനെ അടച്ചിട്ട് ഇവിടെ പാലും ഇല്ല, നമ്മളെ ഉള്ളൂ. സോ അലക്ക് പോവാം. കുറച്ചേരം ചൂടുള്ള മഴ ചൂട്. അയ്യോ ആപ്പിൾ തോട്ടം അത് ഇത് നമ്മളെ ഉച്ചക്കത്തെ ഡിന്നർ മാഗി ഉണ്ട്. മാഗിന് കുറച്ചായിട്ട് ഉണ്ടാക്കും. അതെ, നല്ല പീനട്ട് ബട്ടർ ബണ്ണ്, റോബസ്റ്റ്, ഹെൽത്തി. അതെ, ഇങ്ങനെ പഴട്ടിട്ട് ഓരോ ബൈറ്റിലും ഓരോ പഴങ്ങൾ കിട്ടും പീനട്ട് ബട്ടറിൻ്റെ ഒപ്പം. ലക്ഷറി ഫുഡ്. അപ്പോൾ അതാണ് ഉച്ചക്കത്തെ പരിപാടി. നല്ല തണുപ്പത്തിങ്ങനെ ഇരുന്ന് അല്ലേ. അപ്പുറത്തെ എല്ലാ സൈറ്റ് സീയിങ്ങും, ആപ്പിൾ തോട്ടവും, കോട മൂടി കിടക്കുന്ന മലയും മഞ്ഞും ഇങ്ങനെ എടുത്തിട്ട് ഓരോ ബൈറ്റിലും ഓരോ പഴം വെച്ചിട്ട് കഴിച്ച് റാഹത്തായിട്ട് അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കുക. ഇനി കുറച്ച് കഴിഞ്ഞൊരു 3 മണിയാകുമ്പോൾ ഇറങ്ങണം. ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ബഗൂരി വില്ലേജിക്ക് ഇറങ്ങണം. അതാണ് പരിപാടി. യെസ്, ഓക്കെ.